പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മൾ പുതിയൊരു ചാപ്റ്ററിലോട്ട് കടക്കുകയാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നമ്മൾ ഡിഫറൻസിയേഷൻ എന്താണെന്ന് പഠിച്ചു. അതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സായ ഇൻ്റഗ്രൽസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത്. നമുക്കറിയാം, ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും, പല ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിയേഷനെ കുറിച്ച് വളരെ വിശദമായി പഠിച്ചു. അതിനുശേഷം നമ്മൾ അതിന് ആപ്ലിക്കേഷൻ ലെവൽ പഠിച്ചു, ഇല്ലേ? ആപ്ലിക്കേഷൻ ലെവലിൽ പല ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്തു. നമ്മൾ റിയൽ ലൈഫായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. പക്ഷേ ഇന്ന് നമ്മൾ ഇൻ്റഗ്രേഷനെ കുറിച്ച് പഠിക്കുന്നു. അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ ഡിഫറൻസിയേഷൻ എന്നതിൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻ്റഗ്രേഷൻ. അപ്പം നമ്മൾ വളരെ വ്യക്തമായിട്ട് ഡിഫറൻസിയേഷൻ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇൻ്റഗ്രേഷൻ നമുക്ക് നന്നായിട്ട് പഠിക്കാൻ സാധിക്കുള്ളൂ. ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങളുടെ സ്കൂളിലോട്ട് വരുന്നു. അപ്പോൾ നമ്മൾ സ്കൂളിലോട്ട് വരുന്ന വഴി കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ച് സ്കൂളിൽ നിന്ന് വീട്ടിലോട്ട് തിരിച്ച് വഴി തെറ്റാതെ എത്തിച്ചേരാൻ പറ്റും. ഞാൻ വഴി തെറ്റാതെ എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ തെറ്റാ വഴിയിലൂടെ പോയി കഴിഞ്ഞാൽ വീട്ടിലെത്തൂല, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് തെറ്റാ വഴിയിലൂടെ പോയി വന്നാൽ നമ്മൾ നമ്മുടെ സ്കൂളിലെത്തത്തില്ല. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് വേണം, എല്ലാം കൃത്യമായിട്ട് വഴികൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് കൃത്യമായിട്ട് യാത്ര ചെയ്യാൻ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചാലും അതിലെല്ലാ ഡെഫിനിഷനും ഫോർമുലയും മെത്തേഡ്സും നമ്മൾ കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാൽ ഇൻ്റഗ്രേഷൻ എന്ന ആ ചാപ്റ്റർ വളരെ ഈസി ആയിട്ട് നമുക്ക് മുന്നേറാൻ പറ്റും. കൃത്യമായിട്ട് റിവേഴ്സ് പ്രോസസ്സാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് വരും. നമ്മൾ നേരെ തിരിച്ച് നടക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടാം. പക്ഷെ അതിനെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് തരണം ചെയ്യാൻ പറ്റും. നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഓരോ പാർട്ടും നന്നായിട്ട് പഠിച്ച് മുന്നേറണം. കൃത്യമായിട്ട് റിസൾട്ട്സ് ഒക്കെ നമ്മുടെ മെമ്മറിയിലോട്ട് കൊണ്ടുവരണം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇൻ്റഗ്രേഷൻ എന്ന ചാപ്റ്ററിൽ എന്തെല്ലാണ് ഇൻ്റഗ്രൽസ് എന്ന ചാപ്റ്റർ എന്തൊക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളതിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് വിശദമായിട്ട് പറയും. അതിനുശേഷം ഓരോ ടോപ്പിക് എടുത്ത് നമ്മൾ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യും. പക്ഷെ വേറൊരു കാര്യം കൊണ്ട് ഇവിടെ ഉണ്ട്. നമുക്ക് ഈ ചാപ്റ്റർ മുന്നോട്ട് പോകുമ്പോൾ അതിൽ നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ച പല റിസൾട്ട്സുകൾ ആവശ്യമായിരുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറൻസിയേഷൻ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ച പല റിസൾട്ട്സും ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇൻ്റഗ്രേഷൻ്റെ പ്രോസസ്സ് നമ്മൾ കഴിഞ്ഞാൽ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് നമ്മൾ വരുന്നുണ്ട്. ആപ്ലിക്കേഷൻ വളരെ ഈസി ആയിരിക്കും നമുക്ക്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്നതിൻ്റെ രണ്ട് ചാപ്റ്റർ ഞാൻ നിങ്ങളോട് പറയാം. +2 ലെവലിൽ അല്ലെങ്കിൽ +1 +2 ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചാപ്റ്റേഴ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാത്തിനും പ്രാധാന്യമുണ്ട്, അതിൻ്റെ പ്രാധാന്യമുണ്ട്. എന്നിരുന്നാലും നിങ്ങൾ ഹയർ സ്റ്റഡീസിന്, ഇപ്പം നിങ്ങൾ ഡിഗ്രി ലെവലിൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് ഇതിൽ പോവുകയാണെങ്കിൽ എല്ലാത്തിനും വളരെ ആവശ്യമായിട്ടുള്ള രണ്ട് ചാപ്റ്റേഴ്സാണ്. ഇപ്പം മെഡിക്കൽ ഫീൽഡിലും അതിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്, ഡിഫറൻസിയേഷനും ഇൻ്റഗ്രേഷനും. ദെൻ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് സെപ്പറേറ്റ് നമ്മൾ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ്. ഇപ്പം മെഡിക്കൽ ഫീൽഡിലെല്ലാം ഇതിന് വളരെ ഇമ്പോർട്ടൻസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ട് ഈ രണ്ട് ചാപ്റ്റർ മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സും നമുക്ക് വളരെ ഈസി ആയിട്ട് മുന്നേറാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാകും നമ്മളിൽ തന്നെ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാം റെഡി ആണെങ്കിൽ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കേണ്ടതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. Chapter 7 Integrals. Then ആദ്യത്തെ പോയിന്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രേഷൻ ആസ് ആൻ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷൻ. ഞാൻ പറഞ്ഞു നിങ്ങളോട് എന്തുകൊണ്ടാണ് ഇൻവേഴ്സ്, അത് നമുക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് വിശദമായിട്ട് ഡിസ്കസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ sin x-ന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം cos x ആണെങ്കിൽ cos x-ന്റെ ഇൻ്റഗ്രൽ എന്തായിരിക്കും, sin x, നേരെ റിവേഴ്സ് ആയിരിക്കും. ഇൻ്റഗ്രൽ എന്താണ്, അതിൻ്റെ സിമ്പിൾ എന്താണ്, അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയും. ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്താണെന്നൊക്കെ ഞാൻ വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇൻ്റഗ്രേഷൻ ആസ് ആൻ ഇൻവേഴ്സ് പ്രോസസ് ഓഫ് ഡിഫറൻസിയേഷനെ കുറിച്ച് ഐഡിയ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നു. അതിനുശേഷം നമ്മൾ മെത്തേഡ്സ് ഓഫ് ഇൻ്റഗ്രേഷൻ, പലതരം മെത്തേഡ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഫങ്ഷൻസ് വ്യത്യസ്തത അനുസരിച്ച് ഇൻ്റഗ്രേഷൻ പല മെത്തേഡ്സ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നതിനെ കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണം. നമ്മൾ ഫംഗ്ഷൻ ഏത് തരത്തിലുള്ള തന്നിരിക്കുന്നത് അനലൈസ് ചെയ്തിട്ട് വേണം നമുക്ക് അതിൻ്റെ ഏത് മെത്തേഡ് നമ്മൾ അപ്ലൈ ചെയ്യണം, അതനുസരിച്ച് മുന്നേറണം. ദെൻ മൂന്നാമതായിട്ട് ഇൻ്റഗ്രൽസ് ഓഫ് സം പർട്ടിക്കുലർ ഫങ്ഷൻസ്. ചില പർട്ടിക്കുലർ ഫങ്ഷൻസ് ഉണ്ട്, അതിൻ്റെ പ്രത്യേക രീതിയിൽ നമ്മളതിൻ്റെ കുറച്ച് ഒരു ഫോമിലും മറ്റു കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെ വരുന്നതിനെ കുറിച്ചൊക്കെ വിശദമായിട്ട് നമ്മൾ പറയുന്നതായിരിക്കും. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് അതിൻ്റെ ഇൻ്റഗ്രൽസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം.
അതിനുശേഷം ഇൻറ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ്. പാർഷ്യൽ ഫ്രാക്ഷൻസിനെ കുറിച്ച് നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ മെത്തേഡ് ഉപയോഗിച്ച് ചില ഫംഗ്ഷൻസ് നമ്മൾ അതേ രീതിയിൽ കൺവേർട്ട് ചെയ്ത് നമുക്ക് പാർഷ്യൽ ഫ്രാക്ഷൻ മെത്തേഡ് ഉപയോഗിച്ച് അത് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവന്നിട്ട് വേണം നമുക്ക് ഇൻറ്റഗ്രേഷൻ പ്രോസസ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രോപ്പർട്ടീസ് മെത്തേഡ്സ് ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നാലാമതായിട്ട് ഇൻറ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻസ് എന്ന് പറഞ്ഞപ്പെടുന്നത്. അതിനുശേഷം ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്, പ്രത്യേക ഫോമുല തന്നെയുണ്ട് ഇൻറ്റഗ്രേഷൻ ബൈ പാർട്സ്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ചില ഫംഗ്ഷൻസ് ഇൻറ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ ഓരോന്ന് നല്ല കൃത്യമായി മനസ്സിലാക്കി വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് അതിൻ്റെ അടുത്തടുത്ത ഘട്ടത്തിലോട്ട് പോകാൻ പറ്റുള്ളൂ. ഒന്നിനോട് ബന്ധപ്പെട്ട പോകുന്നു കേട്ടോ. ശരിക്കും നമ്മൾ ഓരോ മെത്തേഡ്സ് അറിഞ്ഞാൽ മാത്രമേ അടുത്ത സ്റ്റേജിലോട്ടൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ദെൻ അടുത്തതായിട്ട് നമുക്ക് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ശരിക്കും നമ്മൾ ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രലാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷം ഡെഫിനിറ്റ് ഇൻ്റഗ്രലിലോട്ട്. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആകുമ്പോൾ അതിൻ്റെ ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പർട്ടിക്കുലർ ലിമിറ്റിനുള്ളിൽ നമ്മൾ അതിൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഒരു ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റ് ഒക്കെ നമുക്ക് തരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പർട്ടിക്കുലർ നമ്പർ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അവിടെ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ എന്ന ഐഡിയ നമ്മൾ വരുന്നു. അതിനുശേഷം ഫണ്ടമെന്റൽ തിയറം ഓഫ് കാൽക്കുലസ്. അപ്പോൾ നമുക്ക് അതിനോട് ബന്ധപ്പെട്ട ഫണ്ടമെന്റൽ തിയറം കാൽക്കുലസ് നമുക്ക് ഡിസ്കസ് ചെയ്യപ്പെടുന്നുണ്ട് അവിടെ. Then അതിനുശേഷം ഇവാലുവേഷൻ ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ നമുക്ക് അതിനെ നമ്മൾ ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് നമ്മൾ പഠിച്ചതൊക്കെ ഉപയോഗിച്ച് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് അതിൻ്റെ ആൻസറിലോട്ട് എത്തിച്ചേരാനായിട്ട് സാധിക്കും. അതിനുശേഷമാണ് നമ്മൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് സം പ്രോപ്പർട്ടീസ് ഓഫ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽസ് എന്ന് നമ്മൾ പഠിക്കും. ഇത്രയാണ് നമുക്ക് ആ ചാപ്റ്ററിൽ പ്രധാനമായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവലിലോട്ട് അത് അടുത്ത ചാപ്റ്ററായിട്ടാണ് വരുന്നത്, 8ാമത്തെ ചാപ്റ്ററായിട്ട് വരുന്നത്. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ ഏതൊക്കെയാണ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. അതിനുശേഷം ഞാൻ നിങ്ങൾക്ക് ഇത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചതും നമ്മൾ ട്രിഗ്നോമെട്രിയിൽ പഠിച്ചതും ഡെറിവേറ്റീവിൽ എന്താണെന്ന് പഠിച്ചതും എല്ലാ കാര്യങ്ങളും മെയിൻ റിസൾട്ട്സ് നമുക്ക് ഇതിന് ആവശ്യമായി ഈ ചാപ്റ്ററിന് ആവശ്യമായ റിസൾട്ട്സ് ഞാൻ നിങ്ങൾക്ക് എഴുതി തരും. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പലപ്പോഴും ഏത് മെത്തേഡ്സ് നമുക്ക് അറിയാമെങ്കിൽ പോലും ആ റിസൾട്ട്സ് നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഞാൻ അതും കൂടി എഴുതി നിങ്ങൾക്ക് തരും. അതിനുശേഷം ഓരോന്നും എടുത്ത് നമ്മൾ വിശദമായിട്ട് പഠിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ എല്ലാവരും ഈ പോയിന്റ്സ് ഒന്ന് എഴുതിയെടുക്കുക. അതിനുശേഷം നമുക്ക് മെയിനായിട്ട് കുറച്ച് റിസൾട്ട്സ് ഞാൻ എഴുതി തരാം. ഓക്കെ, പ്രിയപ്പെട്ട മക്കളെ, ഇനി നമുക്ക് കുറച്ച് റിസൾട്ട്സ് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിഫറൻസിയേഷനിൽ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ്. എന്നിരുന്നാലും ഞാൻ പറഞ്ഞു നിങ്ങളോട് ഡിഫറൻസിയേഷൻ്റെ റിവേഴ്സ് പ്രോസസ്സാണ് ഇൻറ്റഗ്രേഷൻ. അപ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് റിസൾട്ട്സുകൾ ഉണ്ട്. എങ്കിൽ മാത്രമേ അതിൻ്റെ റിവേഴ്സ് പ്രോസസ്സ് ഇന്നതാണ്, ദെൻ ഇന്നതായിരിക്കും അതിൻ്റെ ഇൻ്റഗ്രൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, ഒന്ന് ശ്രദ്ധിക്കണേ. ഡെറിവേറ്റീവ് ഓഫ് കോൺസ്റ്റന്റ് നമ്മൾ പഠിച്ചത് എന്താണ് പഠിച്ചത്? 0. ഓക്കെ, ദെൻ ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഈസ് 1. അപ്പോൾ 1ന്റെ ഇൻ്റഗ്രൽ അങ്ങനെയാണ് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. നേരെ റിവേഴ്സ് പ്രോസസ്സാണ് അല്ലേ? എക്സിന്റെ ഡെറിവേറ്റീവ് 1 ആണെങ്കിൽ 1ന്റെ ഇൻ്റഗ്രൽ എക്സ് ആയിരിക്കും. അടുത്ത് ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു എൻ ദാറ്റ് ഈസ് എൻ ഇൻറ്റു എക്സ് റൈസ് ടു എൻ മൈനസ് 1 നമ്മൾ ഓൾറെഡി പഠിച്ചാണ്. അതുപോലെ ഡി ബൈ ഡി എക്സ് എക്സ് റൈസ് ടു എൻ പ്ലസ് 1 ബൈ എൻ പ്ലസ് 1 അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് എക്സ് റൈസ് ടു എൻ ആയിരിക്കും. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, എൻ നോട്ട് ഈക്വൽ ടു -1. ഓക്കെ, കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതിൻ്റെ നേരെ റിവേഴ്സ് നമ്മൾ എടുക്കാൻ പോകുന്ന ഇൻ്റഗ്രൽ പ്രോസസ്സ് കേട്ടോ. Then derivative a raised to x. A raised to x and derivative a raised to x into log a. അതിലെ ഡെറിവേറ്റീവ് e raised to x. E raised to x and derivative e raised to x. അപ്പോൾ e raised to x ഇൻ്റഗ്രൽ എന്തായിരിക്കും? e raised to x എന്നായിരിക്കും. കണ്ടോ, ഡെറിവേറ്റീവും ഇൻ്റഗ്രലും സെയിം തന്നെ ആയിട്ടുള്ളൊരു ഫംഗ്ഷനാണ് e raised to x എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡെറിവേറ്റീവ് log x. ലോഗ്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും? 1/x. അപ്പോൾ ശ്രദ്ധിക്കുക. അതുപോലെ ഡെറിവേറ്റീവ് sin x. sin x ഡെറിവേറ്റീവ് cos x. നേരെ തിരിച്ചു പറയണമെങ്കിൽ ഇന്റഗ്രൽ കോസ് എക്സ് എന്തായിരിക്കും? സൈൻ എക്സ് ആയിരിക്കും. അത് ഡെറിവേറ്റീവ് കോസ് എക്സ്, കോസ് എക്സ് മൈനസ് സൈൻ എക്സ്. അങ്ങനെ മൈനസ് സൈൻ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? കോസ് എക്സ് ആയിരിക്കും. ദെൻ ടാൻ എക്സ്, ടാൻ എക്സിന്റെ ഡെറിവേറ്റീവ് സി സ്ക്വയർ എക്സ്. അപ്പോൾ സി സ്ക്വയർ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? ടാൻ എക്സ് ആയിരിക്കും. ദെൻ ഡെറിവേറ്റീവ് കോട്ട് എക്സ് ദാറ്റ് ഈസ് മൈനസ് കൊസി സ്ക്വയർ എക്സ്. അങ്ങനെ മൈനസ് കൊസി സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? കോട്ട് എക്സ് ആയിരിക്കും. ഇന്റഗ്രൽ പ്രോസസ് പറയാൻ പോകുന്നുള്ളൂ. അത് റിവേഴ്സ് ആണെന്നുള്ള ഒരു ഐഡിയ കൂടി ഇതിൽ നിന്ന് കൊണ്ടുവരാനാണ് ഇത് നിങ്ങൾക്ക് പ്രത്യേകം എഴുതി തരുന്നത് കേട്ടോ. ദെൻ ഡെറിവേറ്റീവ് സീക്ക് എക്സ്, സീക്ക് എക്സിന്റെ ഡെറിവേറ്റീവ് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അപ്പോൾ സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? സീക്ക് എക്സ് ആയിരിക്കും.
അതുപോലെ ഡെറിവേറ്റീവ് cosec x, that is minus cosec x into cot x, then integral of minus cosec x into cot x ആയിരിക്കും, that is cosec x ആയിരിക്കും. അപ്പോൾ ഇന്റഗ്രൽ സിമ്പിളും കാര്യങ്ങളും നമ്മൾ അടുത്ത സ്റ്റേജിൽ പഠിക്കുന്നത്, ജസ്റ്റ് ഇപ്പോൾ പറയുന്നത് മാത്രം ശ്രദ്ധിക്കുക. Then derivative sin inverse x, that is 1 by root of 1 minus x square. അപ്പോൾ അതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? sin inverse x ആയിരിക്കും. Then derivative cos inverse x minus 1 by root of 1 minus x square. Then integral of minus 1 by root of 1 minus x square എന്തായിരിക്കും? That is cos inverse x. Then derivative of tan inverse x, that is 1 by 1 plus x square. അപ്പോൾ 1 by 1 plus x square ഇന്റഗ്രൽ എന്തായിരിക്കും? tan inverse x ആയിരിക്കും. Then derivative cot inverse x, that is minus 1 by 1 plus x square. Then integral of minus 1 by 1 plus x square എന്തായിരിക്കും? That is cot inverse x ആയിരിക്കും. Then sec inverse ന്റെ ഇന്റഗ്രൽ ഡെറിവേറ്റീവ് എന്താണ്? 1 by x into root of 1 minus x square. അങ്ങനെ ഈ ഇതിന്റെ ഇന്റഗ്രൽ എന്തായിരിക്കും? That is c square x ആയിരിക്കും. അതുപോലെ ഡെറിവേറ്റീവ് cosec inverse x എന്താണ്? minus 1 by x into root of x square minus 1 നമ്മൾ പഠിച്ചത്. Therefore integral of minus 1 by x into root of x square minus 1 എന്തായിരിക്കും? That is cosec inverse x എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ കൃത്യമായിട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് നിങ്ങൾ ഓൾറെഡി നമ്മൾ ഡെറിവേറ്റീവ് എന്ന ചാപ്റ്ററിൽ പഠിച്ചതാണെങ്കിലും ഇനി മനസ്സിലോട്ട് കൊണ്ടുവരണം, നമ്മുടെ മെമ്മറിയിൽ സൂക്ഷിക്കണം കൃത്യമായിട്ട്, കേട്ടോ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് ഒന്ന് എഴുതിയെടുക്കുക. കൃത്യമായിട്ട് എഴുതിയെടുത്തെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട്സ് ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അതിനുശേഷം നമുക്ക് അതിൻ്റെ ഇന്റഗ്രൽ ആൻഡ് ഡെഫിനിഷൻ മറ്റു കാര്യത്തിലോട്ട് കടക്കാം. ഓക്കെ പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ കുറച്ച് റിസൾട്ട്സ് പഠിച്ച് നമുക്ക് ഈ ചാപ്റ്ററിൽ ആവശ്യമായിട്ട് വരുന്നത് കുറച്ച് കാര്യങ്ങൾ റിസൾട്ട്സ് നമുക്ക് ഒന്ന് അനലൈസ് ചെയ്യാം. ശ്രദ്ധിക്കണേ. സബ്സ്റ്റിറ്റ്യൂഷൻ ഫോർമുല എന്ന് പറയും. നമുക്ക് ചില കാര്യങ്ങളിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടി വരും. ചില സന്ദർഭങ്ങളിൽ ചില ഫംഗ്ഷന് നമുക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചില സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയാൽ ഇന്റഗ്രേഷൻ പ്രോസസ്സ് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് ആവശ്യമായ ചില ഫോർമുലകൾ ഞാൻ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്നാമത് സൈൻ സ്ക്വയർഡ് എക്സിന്റെ സ്ഥാനത്ത് നമുക്ക് വേണമെങ്കിൽ 1 മൈനസ് കോസ് 2x ബൈ 2 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി ഫസ്റ്റിൽ പഠിച്ച് നോക്കുന്നുണ്ടാവും നിങ്ങൾ, അല്ലേ? അതുപോലെ കോസ് സ്ക്വയർഡ് എക്സ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് കോസ് 2x ബൈ 2 എന്ന് എഴുതാം. അതുപോലെ ടാൻ സ്ക്വയർഡ് എക്സ് എന്ന് പറയുന്നത് സി സ്ക്വയർഡ് എക്സ് മൈനസ് 1 നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. അതുപോലെ കോട്ട് സ്ക്വയർഡ് എക്സ് എന്ന് പറയുന്നത് കൊസി സ്ക്വയർഡ് എക്സ് മൈനസ് 1 എന്ന് എഴുതാൻ പറ്റും. അതുപോലെ സൈൻ ക്യൂബ് എക്സ് എന്ന് പറയുന്നത് 3 sin x മൈനസ് സൈൻ 3x ഡിവൈഡ് ബൈ 4. ശ്രദ്ധിക്കണേ, 3 sin x മൈനസ് സൈൻ 3x ബൈ 4 എന്ന സൈൻ ക്യൂബ് എക്സ്. അപ്പോൾ ക്യൂ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കൺവേർട്ട് ചെയ്ത് അതിൻ്റെ ഇൻറ്റഗ്രേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് നടത്താൻ സാധിക്കും. അതുപോലെ തന്നെ കോസ് ക്യൂബ് എക്സ് എന്ന് പറയുന്നത് 3 cos x പ്ലസ് കോസ് 3x ബൈ 4 എന്ന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ റിസൾട്ട്സ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കുന്ന കാര്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച് പോയതാണ്, ഒരു വർഷമായി നമ്മൾ മറന്നു പോയിരിക്കാം. അതുകൊണ്ട് ഓർക്കാൻ വേണ്ടി നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് എഴുതി തരണം, കേട്ടോ. അതുപോലെ തന്നെ 1 പ്ലസ് കോസ് എക്സ് നമുക്ക് ഇതിൽ നിന്ന് തന്നെ എടുത്ത് എഴുതാം. 1 പ്ലസ് കോസ് 2x നമുക്കറിയാം 2 കോസ് സ്ക്വയർ എക്സ് എന്ന് എഴുതാം. അങ്ങനെ 1 പ്ലസ് കോസ് എക്സ് എന്ന് പറയുന്നത് 2 കോസ് സ്ക്വയർ ഓഫ് എക്സ് ബൈ 2 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നമ്മൾ സബ് മൾട്ടിപ്പിൾ ആംഗിൾ ആയിട്ട് നമ്മൾ പഠിച്ചു ഫസ്റ്റ് ഇയറിൽ. അതാണ് 1 പ്ലസ് കോസ് എക്സ് 2 കോസ് സ്ക്വയർ ഓഫ് എക്സ് ബൈ 2 എന്ന് എഴുതാം. അതുപോലെ 1 മൈനസ് കോസ് എക്സ് എന്ന് പറഞ്ഞാൽ 2 സൈൻ സ്ക്വയർ ഓഫ് എക്സ് ബൈ 2 എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നേരെ തിരിച്ച് നമുക്ക് അറിഞ്ഞിരിക്കണം. ഇവിടെ നമ്മൾ ഇത് അറിഞ്ഞ് ഇത് എഴുതാൻ പറ്റുന്നത് പോലെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ റിസൾട്ട്സ് അനലൈസ് ചെയ്ത് പഠിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ നമ്മൾ ഇങ്ങനെ പഠിച്ചത് 2 sin x sin y എന്ന് പഠിച്ചിട്ടുണ്ടാവും. അല്ലെങ്കിൽ സൈൻ എക്സ് സൈൻ വൈ 2 നമുക്ക് റൈറ്റ് 1/2 എന്ന് വരാം. മൈനസ് 1/2 ഇൻറ്റു ദാറ്റ് ഈസ് കോസ് എക്സ് പ്ലസ് വൈ മൈനസ് കോസ് എക്സ് മൈനസ് വൈ എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് കോസ് എക്സ് പ്ലസ് വൈ നമുക്കറിയാവുന്ന കോസ് എക്സ് മൈനസ് വൈ നമുക്കറിയാം. അപ്പോൾ നമുക്ക് അത് മൈനസ് ചെയ്ത് അതിന് മൈനസ് 1/2 എടുക്കുകയാണെങ്കിൽ അതൊക്കെ സൈൻ എക്സ് ഇൻറ്റു സൈൻ വൈ എന്ന് എഴുതാം. അതുപോലെ തന്നെ സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ നമുക്ക് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാം. 1/2 ഇൻറ്റു സൈൻ എക്സ് പ്ലസ് വൈ പ്ലസ് സൈൻ എക്സ് മൈനസ് വൈ എന്ന് നമുക്ക് എഴുതാൻ. അപ്പോൾ നമുക്ക് ഇൻറ്റഗ്രേഷൻ പ്രോസസ്സിൽ ഇതൊക്കെ വളരെയധികം ഉപകരിക്കുന്നതാണ്. ഈ പ്രൊഡക്റ്റ് ഫോമിനൊക്കെ ഇതുപോലെ നമുക്ക് കൺവേർട്ട് ചെയ്ത് എഴുതാനായിട്ട്. അതുപോലെ തന്നെ കോസ് എക്സ് ഇൻറ്റു കോസ് വൈ എന്ന് പറഞ്ഞാൽ അങ്ങനെ എഴുതാം. 1/2 ഇൻറ്റു കോസ് എക്സ് പ്ലസ് വൈ പ്ലസ് കോസ് എക്സ് മൈനസ് വൈ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് സൈൻ എക്സ് മാത്രമായിട്ട് നമുക്ക് തരണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് 2 tan x ബൈ 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്നുള്ളത് നമുക്ക് സൈൻ എക്സ് എന്ന് വേണമെങ്കിൽ എക്സ്പ്രസ് ചെയ്യാം. ഇപ്പോൾ സൈൻ 2x നമ്മൾ എഴുതുന്ന 2 tan x ഇൻറ്റു 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് എഴുതുന്ന പോലെ നമുക്ക് സൈൻ എക്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതേപോലെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ കോസ് എക്സ് എന്ന് പറയുന്നത് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് സ്ക്വയർ എക്സ് ബൈ 2 ഡിവൈഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് ബൈ 2 എന്ന് എഴുതാം. നമ്മൾ റിസൾട്ട് ഇങ്ങനെ പഠിച്ചു. കോസ് 2x അതായത് 1 മൈനസ് ടാൻ സ്ക്വയർ എക്സ്
പ്ലസ് ഡിവൈഡഡ് ബൈ 1 പ്ലസ് ടാൻ സ്ക്വയർ എക്സ് എന്ന് വഴി പഠിച്ചു. അത് നമുക്ക് സബ്മൾട്ടിപ്പിൾ ആംഗിളിൻ്റെ ഫോമിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ റിസൾട്ട്സ് നമുക്ക് വളരെ ആവശ്യമായിട്ട് വരുന്നുണ്ട് പല ഘട്ടങ്ങളിൽ. അത് ശരിക്കും ഈ ചാപ്റ്ററിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഇതെല്ലാം പലപ്പോഴും നമുക്ക് ഉപയോഗിക്കേണ്ടിയിട്ട് വരും. ഇതില്ലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ നമ്മൾ സ്ട്രക്ക് ആയിട്ട് നിന്ന് വരും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ റിസൾട്ട്സ് എഴുതിയെടുക്കുക. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കുക. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടി റിസൾട്ട്സ് എഴുതിയതിന് ശേഷം ആ ഇൻറ്റഗ്രേഷൻ പ്രോസസ്സിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ചില ഫങ്ഷൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ചില സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ ആവശ്യമായിട്ട് വരും. അങ്ങനെയുള്ള ചില ഫങ്ഷൻസ് ഞാൻ ഇവിടെ നോട്ട് ചെയ്യുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കുറച്ച് റിസൾട്ട്സുകളുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ എളുപ്പമായ രീതിയിൽ നമുക്ക് അതിനെ കൺവേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ട്സുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ശ്രദ്ധിക്കണേ. ഫംഗ്ഷൻ ഇപ്പോൾ √(a²-x² ആണെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കറസ്പോണ്ടിങ് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തേണ്ടത് x = a sin θ എന്നോ അല്ലെങ്കിൽ x = a cos θ എന്നോ. അത് നമ്മൾ കിട്ടേണ്ട റിസൾട്ട്സിനെ ആശ്രയിച്ചായിരിക്കും നമ്മൾ ചില സമയത്ത് നമുക്ക് x = a sin θ എന്ന് കൊടുക്കേണ്ടി വരും, ചിലത് x = a cos θ. അത് ആ പ്രോബ്ലംസ് വരുമ്പോൾ കൃത്യമായിട്ട് വിശദമായിട്ട് പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ √(x²-a² ആണെങ്കിൽ എന്ത് എഴുതാം? x = a sec θ or a cosec θ കൊടുക്കാം. അതുപോലെ തന്നെ √(a²+x² ആണെങ്കിൽ നമുക്ക് x = a tan θ or a cot θ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഓൾറെഡി നേരത്തെ ഇത് ഉപയോഗിച്ച് പ്രോബ്ലംസ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ദെൻ അതുപോലെ √(a-x) അല്ലെങ്കിൽ √(a+x) ഫോം ആണെങ്കിൽ നമുക്ക് x = a cos 2θ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കൃത്യമായിട്ട് ഈ 4 റിസൾട്ട്സ് സബ്സ്റ്റിറ്റ്യൂഷൻ എങ്ങനെ വരുന്നതെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പഠിച്ച കുറച്ച് റിസൾട്ട്സുകളാണ് ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചു. അവിടെ നമുക്ക് 1 + 2 + 3 + etc + n-1 ടേംസിന്റെ സം എന്ന് പറയുന്നത് n(n-1/2) ആയിരിക്കും. ഇതുണ്ടെങ്കിൽ നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് അപ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് ചെയ്യാൻ സാധിക്കും. Then 1² + 2² + 3² + etc n-1² ആണെങ്കിൽ n(n-1 × 2n-1 / 6 എന്ന് എഴുതാൻ സാധിക്കും. Then 1³ + 2³ + 3³ + etc + n-1 ആണെങ്കിൽ നമുക്കത് n(n-1/2) (² എന്ന് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ 1 + r + etc r(n-1) ആണെങ്കിൽ r(n-1 / r-1) നമുക്ക് എഴുതാം. അപ്പം അങ്ങനെ നമുക്ക് ഈ കൃത്യമായ റിസൾട്ട്സ് കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ ലിമിറ്റുമായിട്ട് ബന്ധപ്പെട്ടത് അത് നമുക്ക് ചിലപ്പോൾ പ്രോബ്ലം ചെയ്യാനായിട്ട് ആവശ്യം വരുന്നതാണ്. ലിമിറ്റ് x → 1 e⁻x - 1 ആ റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കാം. അതുപോലെ തന്നെ ഓഡ് ഫംഗ്ഷൻ എന്താണ്, ഈവൻ ഫംഗ്ഷൻ എന്ന ഐഡിയ കൂടി നമ്മുടെ മനസ്സിലോട്ട് വരണം. ഓഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളറിയാം f(-x) = -f(x) വരുന്ന ഒരു എക്സാമ്പിൾ sin x എന്നൊരു ഫംഗ്ഷൻ f(x sin x) എടുക്കുകയാണെങ്കിൽ നമുക്ക് f(-x) നമുക്കറിയാം എക്സിന്റെ സ്ഥാനത്ത് -x ഇട്ട് കൊടുക്കുക. അപ്പോൾ sin(-x) നമുക്കറിയാം -sin x ആണ്. sin x എന്ന് പറയുന്നത് നമ്മുടെ f(x) നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ -f(x) അപ്പോൾ നോക്കി കുട്ടികളെ f(-x) = -f(x). അപ്പോൾ ഇവിടെ sin x എന്താണ്, ഒരു ഓഡ് ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിളാണ്. അതുപോലെ തന്നെ x അതൊരു ഓഡ് ഫംഗ്ഷൻ, x³ എന്ന് പറയുന്ന ഒരു ഓഡ് ഫംഗ്ഷൻ. അപ്പോൾ ആ രീതിയിലുള്ള ഫംഗ്ഷൻസ് നമ്മൾ ഓഡ് ഫംഗ്ഷൻസ് എന്ന് പറയും. അതുപോലെ ഈവൻ ഫംഗ്ഷൻ എന്നാണ് ഐഡിയ നമുക്ക് അറിയണം. f(-x) + f(x). ഇവിടെ -f(x) ഇവിടെ +f(x). അങ്ങനെ പറയുകയാണെങ്കിൽ നമുക്ക് അതിന് ഈവൻ ഫംഗ്ഷൻ എന്ന് പറയാം. ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ f(x) = cos x ആണെങ്കിൽ പിന്നെ നമ്മൾ എന്തായിരിക്കും sin x നടത്തുക. ഇത് cos x എടുക്കണമെങ്കിൽ f(-x) നമുക്കറിയാം cos -x നമുക്കറിയാം cos x. അപ്പോൾ എന്ത് cos x എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ f(x) തന്നെയാണ്. അപ്പോൾ നമുക്ക് f(-x) = എന്ത് കിട്ടി, f(x) തന്നെ കിട്ടും. അപ്പോൾ നമുക്ക് എന്താ അത് ഈവൻ ഫംഗ്ഷൻ ആണ്. വേണമെങ്കിൽ x² ഈവൻ ഫംഗ്ഷൻ, x⁴ ഈവൻ ഫംഗ്ഷൻ ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫംഗ്ഷൻ്റെ ഐഡിയ നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു പ്രിവ്യൂ എന്ന രീതിയിൽ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ നമുക്കൊരു 10-20-25 റിസൾട്ട്സ് നമ്മൾ എഴുതിയത് കൃത്യമായിട്ട് അത് മനസ്സിൽ വെക്കണം. അതിനുശേഷം ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ പ്രോസസ്സിലോട്ട് കടക്കാം. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് റിസൾട്ട്സ് എല്ലാം എഴുതിയെടുക്കുക. കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്ത ഘട്ടത്തിലോട്ട് വരാം. പ്രിയപ്പെട്ട കുട്ടികളെ, ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ ഡെഫിനിഷനിലോട്ട് വരാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇൻ്റഗ്രേഷൻ എന്ന് പറയുന്നത് അതെന്താണ്, റിവേഴ്സ് പ്രോസസ് ഓഫ് ഇൻ്റഗ്രേഷൻ. അത് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് ആൻറ്റി ഡെറിവേറ്റീവ്. അപ്പോൾ നമുക്ക് അതെന്താണെന്നൊന്ന് നോക്കാം. ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക.
integration as an inverse process of differentiation. In the differential calculus, we are given a function and we have to find the derivatives or differential of this function. But in the integral calculus, we are to find a function whose differential is given. But differential given തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ ഇൻ്റഗ്രൽ കണ്ടുപിടിക്കുക എങ്ങനെയാണ്. Thus integration is a process. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് integration is a process which is the inverse of differentiation. അപ്പോൾ നമുക്കൊരു ഫംഗ്ഷൻ തന്നു അതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടെത്തിയെന്ന് വെച്ചാൽ ആ കിട്ടുന്നതിൻ്റെ ഇൻ്റഗ്രൽ എടുക്കുന്നതായിരിക്കും തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു ഐഡിയ നോക്കാം. ലെറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത്. അതായത് എഫ് ഓഫ് എക്സ് ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് തന്നെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എന്തായിരിക്കും ദെൻ ഈ ക്യാപിറ്റൽ ലെറ്റർ എഫ് ഓഫ് എക്സ് പ്ലസ് ഒരു സിയും കൂടി വരും, കോൺസ്റ്റന്റ് വരും. അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ശ്രദ്ധിക്കണേ, ലെറ്റ് ഡി ബൈ ഡി എക്സ് ഓഫ് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. ശ്രദ്ധിക്കുക, ഞാൻ ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് ഉപയോഗിക്കും. അതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് സ്മോൾ ലെറ്റർ എഫ് ഓഫ് എക്സ് ആണെങ്കിൽ ദെൻ വി റൈറ്റ് ഇന്റഗ്രൽ ഓഫ് ഈ റൈറ്റ് സൈഡിൽ ഡെറിവേറ്റീവ് കിട്ടിയില്ല ഇന്റഗ്രൽ എന്ന് പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എക്സ്. സിമ്പിൾ അതാണ്ട് ഇന്റഗ്രൽ സിമ്പിൾ ശ്രദ്ധിക്കുക. എങ്ങനെ നമ്മൾ ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് വായിക്കുന്ന ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ്. അതായത് ഇന്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു ദെൻ എന്താണ് കണ്ടത് അവിടെ നമുക്ക് ഡെറിവേറ്റീവ് എന്തെടുത്തു അതാണ് നമ്മൾ എഫ് ഓഫ് എക്സ്. അപ്പോൾ ഇതിൻ്റെ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ എഫ് ഓഫ് എക്സ് ആക്കി ഇതിൻ്റെ ഡെറിവേറ്റീവ് നമ്മളെടുത്തു അതായിരിക്കും, അതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് സി ഒരു കോൺസ്റ്റന്റ്, ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന് വിളിക്കുക. ദസ് ദീസ് ഇന്റഗ്രൽസ് ആർ കോൾഡ്, ഇങ്ങനെ നമുക്ക് കിട്ടുന്ന ഇന്റഗ്രൽസ് നമ്മൾ എന്ത് പറയുന്നു, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ് ഓർ ജനറൽ ഇന്റഗ്രൽസ് എന്ന്. അത് നമ്മൾ ഇന്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ നമ്മളിത് അതിനെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ, ഡെഫിനിറ്റ് ഇന്റഗ്രൽ എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട്. ദെൻ ഇവിടെ ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽ. അപ്പോൾ ഇങ്ങനെ കിട്ടുന്നതിന് നമ്മൾ എന്ത് പറയുന്നു, ഇൻഡെഫിനിറ്റ് ഇന്റഗ്രൽസ്. ആൻഡ് അത് കോമൺ ആയിട്ട് ചിലപ്പോൾ ജനറൽ ഇന്റഗ്രൽസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. കൂടാതെ ഈ സി എന്നൊരു കോൺസ്റ്റന്റ് ഞാൻ പറഞ്ഞു, സി ഈസ് കോൾഡ് കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ നമുക്ക് പറയാം. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 0 വരും. പക്ഷെ നേരെ തിരിച്ച് നമ്മൾ പ്രോസസ്സ് എടുക്കുമ്പോൾ, പ്രോസസ്സ് നടത്തുമ്പോൾ, ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ, അത് ആൻറ്റി ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കോൺസ്റ്റന്റ് തിരിച്ചു പറഞ്ഞാൽ ഏത് കോൺസ്റ്റന്റ് നമുക്കറിയില്ല. ഇപ്പോൾ നമുക്ക് 2ന്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 വരുന്നുണ്ട്, -3യുടെ ഡെറിവേറ്റീവ് 0 പോകുന്നുണ്ട്. ഇനി കോൺസ്റ്റന്റ് ഒന്നും ഇല്ലെങ്കിലും അവിടെ നമുക്ക് 0 തന്നെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ആ കോൺസ്റ്റന്റ് തിരിച്ചു കൊണ്ടുവരണം അല്ലേ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ. അത് നമുക്ക് ഏതാണ് കൃത്യമായിട്ട് പറയാൻ സാധിക്കത്തില്ല. പക്ഷെ അത് നമുക്ക് കണ്ടുപിടിക്കാൻ പല മെത്തേഡും പല കണ്ടീഷൻസ് ഒക്കെ തരുമ്പോൾ കൂടെ കണ്ടുപിടിക്കാം. പക്ഷെ അതുകൊണ്ട് നമ്മൾ ഒരു പ്ലസ് സി നമ്മൾ ഇട്ട് കൊടുക്കാം. അത് ഇൻ്റഗ്രേഷൻ കോൺസ്റ്റന്റ് എന്ന്. ആ കോൺസ്റ്റന്റ് വേണമെങ്കിൽ അത് നമുക്ക് പോസിറ്റീവ് നമ്പർ ആവാം, നെഗറ്റീവ് നമ്പർ അല്ലെങ്കിൽ 0 എന്ത് വേണേ ആവാം. 0 എന്ന് വെച്ചാൽ അവിടെ നമുക്ക് അവൻ്റെ വാല്യൂ വരുന്നില്ല. പക്ഷെ നമുക്ക് അത് ആ കോൺസ്റ്റന്റ് അവിടെ ഉണ്ട്. ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് കഴിയുമ്പോൾ ഒരു കോൺസ്റ്റന്റ് ഉണ്ട്. അത് നമ്മൾ ക്യാപിറ്റൽ സി കൊണ്ട് സാധാരണ ഡിനോട്ട് ചെയ്യുന്നത് അത് നമ്മൾ എഴുതിയിരിക്കണം കേട്ടോ. ഇൻ്റഗ്രേഷൻ പ്രോസസ്സ് പ്ലസ് സി നമ്മൾ എഴുതിയിരിക്കണം. ഇനി അവസാനം നമ്മൾ ഈ സി ഒക്കെ കുറേ കണ്ടീഷൻസ് എക്സിന്റെ വാല്യൂ വൈയുടെ വാല്യൂ ആണെങ്കിൽ എന്താ നമുക്ക് അതിന്റെ കോൺസ്റ്റന്റ് എന്താണെന്നൊക്കെ കണ്ടുപിടിക്കാനുള്ള അവസാന ഘട്ടത്തിൽ നമ്മൾ വരുന്നുണ്ട്. അത് ഏതാണെന്നുള്ള പർട്ടിക്കുലർ കേസിൽ നമുക്ക് എടുത്ത് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ മനസ്സിൽ എപ്പോഴും നമ്മൾ ഇന്റഗ്രേഷൻ ഇന്റഗ്രൽ എഫ് ഓഫ് എക്സ് ഡി എക്സ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി എന്ന് നമ്മൾ എഴുതിയിരിക്കണം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇത്രയും നമുക്ക് മനസ്സിലായെങ്കിൽ നമുക്ക് ഇതിനോട് ബന്ധപ്പെട്ട പ്രോബ്ലത്തിലോട്ട് കടക്കാൻ പറ്റും. അതുകൊണ്ട് കൃത്യമായിട്ട് നിങ്ങൾ ഇതൊന്ന് ഡെഫിനിഷൻ എഴുതിയെടുക്കണം. ഈ കാര്യങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഞാനത് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞത് ആൻറ്റി ഡെറിവേറ്റീവ് ആണെന്ന് പറയാൻ കാരണം ഇതിനെക്കുറിച്ച് പറയും. ഇനി കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറയാം, അതും കൂടി ശ്രദ്ധിക്കാൻ നിങ്ങൾ. അപ്പോൾ ഇത്രയും നിങ്ങൾ എഴുതിയെടുക്കുക എല്ലാവരും. അതിനുശേഷം നമുക്ക് എക്സാമ്പിൾസിലോട്ട് കടക്കാം. പ്രിയപ്പെട്ട കുട്ടികളെ, നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് ഐഡിയ നമുക്ക് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് മനസ്സിലാകാൻ വേണ്ടി ഞാൻ 2 പ്രോബ്ലംസ് എടുത്ത് നമുക്ക് നോക്കാം. കുറച്ചും കൂടി അതിൻ്റെ എന്താണ് ഐഡിയ മനസ്സിലാവും, എന്താണ് ഡിഫറൻസിയേഷൻ, എന്താണ് ഇൻ്റഗ്രേഷൻ എന്നുള്ള വ്യത്യാസം കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. റൈറ്റ് ആൻ ആൻറ്റി ഡെറിവേറ്റീവ് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻ യൂസിങ് ദ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ. ചിലപ്പോൾ വേണമെങ്കിൽ ഒബ്ജക്റ്റ് ടൈപ്പായിട്ട് അല്ലെങ്കിൽ ഒരു 2 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടോ 3 മാർക്സ് ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇപ്പോൾ cos 2x ആൻറ്റി ഡെറിവേറ്റീവ് ആണ്.
e raised to 4xന്റെ ആൻറ്റി ഡെറിവേറ്റീവ്. അത് ഇൻറ്റഗ്രലിൽ നമുക്ക് കാണുക. അതാണ് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞത്, ഇൻറ്റഗ്രേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് ഡിഫറൻസിയേഷൻ്റെ നേരെ റിവേഴ്സ് പ്രോസസ് ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഐഡിയ കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ രണ്ട് പ്രോബ്ലംസ് ഞാൻ പറയുന്നത്. ശ്രദ്ധിക്കണം കേട്ടോ. നമുക്കറിയാം dy dx sin 2x നമ്മൾ പറഞ്ഞ ഫംഗ്ഷൻ ഓഫ് ഫംഗ്ഷൻ റൂൾ അനുസരിച്ച് നമ്മൾ ഡെറിവേറ്റീവ് sin 2x നമ്മൾ എന്ത് എഴുതിയത് തന്നെ സൈൻ ഓഫ് യു 2x സൈൻ യുവിൻ്റെ കോസ് യു, അപ്പോൾ കോസ് 2x ഇൻറ്റു ഡെറിവേറ്റീവ് 2x ഡെറിവേറ്റീവ് 2 ആണ്. അപ്പോൾ 2 cos 2x നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഈ 2 നമുക്ക് ഇങ്ങോട്ട് ലെഫ്റ്റ് സൈഡിലോട്ട് കൊണ്ടുവരണമെങ്കിൽ cos 2x നമുക്ക് ഇങ്ങനെ 1/2 dy dx sin 2x നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും അല്ലേ. അത് വേണമെങ്കിൽ ഒന്നും കൂടി ഭംഗിയായിട്ട് എഴുതാൻ dy dx sin 2x കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് ഈ 1/2 ഇങ്ങോട്ട് കൊണ്ടുവന്ന് എഴുതാം. അപ്പോൾ dy dx sin 2x/2 എന്ന് കിട്ടി. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയ കുട്ടികളെ, cos 2x എന്ന് പറയുന്നതാണ് ഡെറിവേറ്റീവ് sin 2x/2 ആണ്. അങ്ങനെ നമ്മുടെ ഡെഫിനിഷൻസ് ഒക്കെ എന്ത് പറയും, ഇൻ്റഗ്രൽ sin 2x/2 അല്ലെ ആൻറ്റി ഡെറിവേറ്റീവ് sin 2x/2 ദാറ്റ് ഈസ് cos 2x, അല്ലെങ്കിൽ cos 2x ആൻറ്റി ഡെറിവേറ്റീവ് cos 2x ഈക്വൽ ടു sin 2x/2 നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാൻ പറ്റും, cos 2x dy dx sin 2x/2 ആയതിനാൽ ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് cos 2x എന്ന് പറയുന്നത് ദാറ്റ് ഈസ് sin 2x/2 ആയിരിക്കും. ക്ലിയർ ആയോ? നേരെ റിവേഴ്സ് പ്രോസസ്സാണ്. അപ്പോൾ ഇനി അടുത്ത് വേറെ പ്രോബ്ലം നമുക്ക് എടുത്തു പോകും, ഒന്നുകൂടി നിങ്ങൾക്ക് ക്ലിയർ ആവും. ഒന്ന് ശ്രദ്ധിക്കണേ. നമുക്ക് നോക്കി e raised to 4x ആണ്. അപ്പോൾ e raised to 4x നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് e raised to 4x എന്ന് പറയാൻ നമുക്കറിയാം e raised to 4x ഇൻറ്റു ഡെറിവേറ്റീവ് 4x ഡെറിവേറ്റീവ് 4 വരും. അപ്പോൾ 4 e raised to 4x എന്നാണ്. ഈ 4 നമുക്ക് ലെഫ്റ്റ് സൈഡിലോട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എഴുതാം e raised to 4x 1/4 ഇൻറ്റു dy dx e raised to 4x ആണ്. അപ്പോൾ ഈ വേണമെങ്കിൽ 4 നമുക്ക് റൈറ്റ് സൈഡിലോട്ട് ഇവിടെ നമുക്ക് e raised to 4x/4 എന്ന് വേണമെങ്കിൽ എഴുതാം. കാരണം 1/4 ആണ്. നമുക്ക് ഡെറിവേറ്റീവ് കോൺസ്റ്റന്റ് ഡെറിവേറ്റീവ് മാറ്റാം 1/4 അതുപോലെ തന്നെ മാറ്റി എടുത്ത് എഴുതാം, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതാം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, dy dx e raised to 4x/4 എന്ന് വേണമെങ്കിൽ എഴുതാം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, ഡെറിവേറ്റീവ് e raised to 4x/4 എന്ന് പറയുന്നതാണ് നമ്മുടെ e raised to 4x. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാൻ പറ്റും, ആൻറ്റി ഡെറിവേറ്റീവ് e raised to 4x എന്ന് പറയുന്നത് ദാറ്റ് ഈസ് e raised to 4x/4 നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഐഡിയ ക്ലിയർ ആയല്ലേ? അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഒരു ആൻറ്റി ഡെറിവേറ്റീവിൻ്റെ ഐഡിയ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ബൈ മെത്തേഡ് ഓഫ് ഇൻസ്പെക്ഷൻ ചിലപ്പോൾ ചോദിക്കാം നമുക്ക്. അപ്പോൾ നമുക്ക് ഇതേപോലെ നമ്മൾ എക്സ്പ്രസ് ചെയ്യണം കേട്ടോ. കൃത്യമായിട്ട് മനസ്സിലായെങ്കിൽ ഒന്ന് എഴുതിയെടുക്കുക. ദെൻ നമുക്ക് അടുത്ത കുറച്ച് പ്രോബ്ലത്തോടുകൂടി കടക്കാൻ പറ്റും. നന്ന കൃത്യമായിട്ട് മനസ്സിലാക്കി എഴുതിയെടുക്കണം കേട്ടോ. ഓക്കെ, പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മൾ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് കണ്ടുപിടിച്ച് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് എഴുതുന്നതിനോട് ബന്ധപ്പെട്ട ഒരു പ്രോബ്ലം കൂടി നോക്കാം. സാധാരണ എക്സാം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ശ്രദ്ധിക്കണേ. ഫൈൻഡ് ദ ആൻറ്റി ഡെറിവേറ്റീവ് എഫ് ഓഫ് എഫ് defined by f of x എന്നാണ്. അവിടെ നമുക്ക് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് എഫ് ഓഫ് സ്മോളറ്റ് എഫ്, ക്യാപിറ്റൽ എഫ് ആണ് ആൻറ്റി ഡെറിവേറ്റീവ് ക്യാപിറ്റൽ ഓഫ് സ്മോളറ്റ് എഫ്, ഡിഫൈൻഡ് ബൈ എഫ് ഓഫ് എക്സ് ഇസിക്കൽ ടു 4x³ -6 വേർ എഫ് ഓഫ് 0 കണ്ട തന്നിരിക്കുന്ന ശ്രദ്ധിക്കുന്ന എഫ് ഓഫ് 0 ഈക്വൽ ടു 3. അപ്പോൾ നമ്മൾ ഇങ്ങനെ തരികയാണെങ്കിൽ നമുക്ക് ആ ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് സി എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കുന്നതും കൂടി ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അത് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വി ഹാവ് ഡെറിവേറ്റീവ് ഓഫ് നമുക്കറിയാം x raised to 4 -6x എന്ന് പറയുന്നത് ഈ x raised to 4ന്റെ ഡെറിവേറ്റീവ് ആണ് നമുക്കറിയാം 4x³ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ -6xന്റെ ഡെറിവേറ്റീവ് നമുക്ക് 6 എന്ന് വരും നമുക്ക് മൈനസ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം, ഡെറിവേറ്റീവ് x raised to 4 -6x നമുക്ക് എങ്ങനെ എഴുതാം, 4x³ -6 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇത് നമുക്ക് ശ്രദ്ധിക്കാം, ഞാനിങ്ങനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്ന ഡെറിവേറ്റീവ് ഓഫ് x raised to 4 -6x ആണ് നമുക്ക് അവർ തന്നിരിക്കുന്ന ഈ എഫ് ഓഫ് എക്സ് കിട്ടുന്നത്. അത് നോക്കി കിട്ടിയിരിക്കുന്ന x raised to 4ന്റെ ഡെറിവേറ്റീവ് നമുക്കത് x raised to n ഫോം. അപ്പോൾ n x raised to n -1 ദാറ്റ് ഈസ് 4x³. 6xന്റെ ഡെറിവേറ്റീവ് നമുക്കറിയാം 6 ആണ്. അപ്പോൾ -6. ഈ ഐഡിയ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. നേരത്തെ നമ്മൾ ചെയ്ത പ്രോബ്ലമായിട്ട് ബന്ധപ്പെട്ടതാണ്. Therefore, an antiderivative f, capital F, of small f is given by f of x is equal to capital F of x എന്ന് പറയുന്നത് x raised to 4 -6x പ്ലസ് സി. ആ സി എന്ന് പറയുന്ന ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ആണ്. അത് നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ നമ്മൾ ആ പ്ലസ് സി എന്ന് എഴുതുന്നത്. സി ഇസ് ദ കോൺസ്റ്റന്റ് ഓഫ് ഇൻറ്റഗ്രേഷൻ. ഐഡിയ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.
ദെൻ നമുക്ക് f(0)3 എന്ന് അവർ തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ അകത്ത് x-ന് 0 എന്ന് വാല്യൂ ഇട്ട് കൊടുക്കാം. അപ്പൊ f(0)3 implies x(0) 0 എന്ന് കിട്ടും. -6 into 0 plus c. അപ്പൊ നമുക്ക് ഇവിടെ ബാക്കിയെല്ലാം 0. അപ്പൊ c is equal to നമുക്ക് എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. അപ്പൊ സിയുടെ വാല്യൂ 3 കിട്ടും. അപ്പൊ നമുക്ക് കേട്ടോ ഇതിനകത്ത് സിയുടെ വാല്യൂ നമുക്ക് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ എന്ത് കിട്ടും? Therefore the required antiderivative is the function F defined by f of x is equal to ഇവിടെ നമ്മൾ ആ സിയുടെ വാല്യൂ 3 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് കിട്ടും? x⁴ minus 6x plus 3 എന്നാണ് നമുക്ക് കിട്ടും. ക്ലിയർ ആയോ? അപ്പോൾ ഇത് വളരെ സിമ്പിൾ ആയിട്ടൊരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച സിയുടെ ഐഡിയ, നമുക്ക് ഇൻറ്റഗ്രേഷൻ കോൺസ്റ്റന്റ് ഐഡിയയും ദെൻ എന്താണ് ആൻറ്റി ഡെറിവേറ്റീവ് എന്നോട് ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഞാനിപ്പോൾ മൊത്തത്തിൽ ഇത് പറഞ്ഞത്. ആദ്യം തന്നെ നമ്മൾ ഒന്നുകൊണ്ട് നമുക്ക് അനലൈസ് ചെയ്ത് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ പ്രിവ്യൂ എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ച ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് പഠിച്ചു, ഡിഫറൻഷിയേഷനോട് ബന്ധപ്പെട്ട റിസൾട്ട്സ് പഠിച്ചു. അതിനുശേഷം നമ്മൾ ഇൻറ്റഗ്രേഷന് എന്താണുള്ള ആൻറ്റി ഡെറിവേറ്റീവ് എന്നുള്ള ഐഡിയ നമ്മൾ ഡെഫിനേഷനോടെ നമ്മൾ മനസ്സിലാക്കി. അതിനോട് ബന്ധപ്പെട്ട് 2-3 പ്രോബ്ലംസ് നമ്മൾ ചെയ്തു. ഒരു ഇൻട്രൊഡക്ഷൻ പാർട്ടാണ് ഇപ്പോൾ കഴിഞ്ഞത്. ഇനിയാണ് നമ്മൾ യഥാർത്ഥത്തിൽ അതിൻ്റെ റിസൾട്ട്സും കാര്യങ്ങളിലും കൃത്യമായിട്ട് എഴുതി അടുത്ത ക്ലാസ്സിൽ നമുക്ക് വിശദമായിട്ട് നമ്മൾ അതിൻ്റെ പ്രോബ്ലംസും മറ്റു കാര്യങ്ങളും ചെയ്യും. ഈ ഇൻട്രൊഡക്ഷൻ പാർട്ട് നന്നായി നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട് വേണം. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ അടുത്ത ക്ലാസ്സിൽ ചോദിക്കണം. ഞാൻ വിശദമായിട്ട് ഓരോ പ്രോബ്ലം എടുക്കുമ്പോൾ വിശദമായിട്ട് ആ പ്രോബ്ലത്തിന് അനുസരിച്ച് നിങ്ങൾ വിശദീകരിക്കുന്നതായിരിക്കും. അതുവരെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.